ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി. ആദ്യമേ തഹസിൽദാരുടെ ഓഫീസിൽ അവിടെ RDO ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. 6:30 ആയപ്പോൾ കളക്ടറും വന്നു. നേരത്തെ തന്നെ 4 മണി മുതൽ തന്നെ അറിയിപ്പുകൾ പോയിരുന്നു. 2:30 മണിക്കാണ് ഇത് ആദ്യത്തെ ഉരുൾ പൊട്ടുന്നത്. അത് മറ്റത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടനാട് പഞ്ചായത്തിലാണ്. അതുകൊണ്ട് അവിടുത്തെ കുറേ ഭാഗങ്ങൾ ഒലിച്ചു പോയി എന്നല്ലാതെ വലിയ ദുരന്തങ്ങളുണ്ടായില്ല. പക്ഷേ തലനാട് 3 ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ വ്യാപകമായുണ്ടായി. ഒരു തൂക്കുപാലം ഒലിച്ചു പോയി, ഒരു കലിങ്ക് അതേപടി പോയി, വേറൊരു പാലത്തിന് ഡാമേജ് സംഭവിച്ചു. ആളുകളുടെ ഒരുപാട് സാധനങ്ങൾ 10-20 വീടുകൾ ഒന്നിച്ചുണ്ടായിരുന്നു, 6ൻ്റെ അടുത്തുണ്ടായിരുന്ന. അതിനകത്ത് ഒരു സംഭവം പോലുമില്ല. TVയോ ഫ്രിഡ്ജോ ഒരു സാധനമില്ല. അത് കംപ്ലീറ്റ് പോയി. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ 12 പശുക്കൾ, 11 പശുക്കൾ, നല്ല 30-25 ലിറ്റർ കറങ്ങുന്ന പശുക്കൾ, മൊത്തം ചത്തുകിട കാട്. കാരണം പശുവിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ എരപ്പ് കേട്ട് ഇവർ ഓടി രക്ഷപ്പെട്ട്. കാരണം മറ്റേ കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല എവിടെ. പക്ഷേ മറ്റു ദുരന്തങ്ങൾ, വീടുകൾ പൊളിഞ്ഞു പോയി, കടകളിലെല്ലാം വെള്ളം കയറി. ഒറ്റ പെട്ടെന്നെങ്കിൽ ഉരുൾ പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് സ്കൂളുകൾക്ക് അവധി കൊടുത്തപ്പോൾ എല്ലാവരും എതിര് പറഞ്ഞു വൈകുന്നേരത്തേക്ക്. ഇത് വെറുതെ ഒരവധി കൊടുത്തു, അബദ്ധമായിപ്പോയി. ഇന്നിപ്പോൾ അതിൻ്റെ അറിയിപ്പ് കിട്ടി. ഇന്നും അവിടെ അറിയിച്ചിരിക്കുന്ന നിങ്ങൾ അടിയന്തരമായി സേഫായിട്ട് സ്ഥലത്തേക്ക് മാറണമെന്ന് പറഞ്ഞ് പള്ളികളുടെ പരീക്ഷകളൊക്കെ തുറപ്പിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു ആളുകൾ പ്രിക്കോഷൻ എടുക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ എനിക്ക് ഉറപ്പിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോഴും ഉരുൾ പൊട്ടുമ്പോഴും മാറി താമസിക്കണമെന്ന് ആരും മാറുകയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും മാറാൻ തയ്യാറായിട്ടുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്, അവിടെ ആൾ വന്നിട്ടുണ്ട്. മുത്തോലി സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൽ വെച്ചിട്ടുണ്ട്, അവിടെ ആൾ വന്നിട്ടുണ്ട്. മറ്റ് സൗകര്യമുള്ളവർ, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അന്യ വീടുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത സ്ഥിതിയാണ് ഈ 20 വീടുകളിൽ അവിടെ തലനാട് പഞ്ചായത്തിൽ. കഷ്ടമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം. ജില്ലയുടെ കാര്യം ഈ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ഇവിടെ 7-8 ക്യാമ്പോളം വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യം വന്നാൽ വീണ്ടും തുറക്കും. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. കളക്ടറേയും RDOയും തഹസിൽദാരെയൊക്കെ സമ്മതിക്കണം. രാവിലെ 2 മണി മുതൽ ലൈവായിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നു. തന്നെയല്ല, ഈ ഞാൻ പറഞ്ഞ 20 വീടുകളിലെ ആളുകൾ തുണിയില്ലെന്ന് പറഞ്ഞാൽ അവരെടുത്ത തുണിയില്ലാതെ വേറെ ഒന്നുമില്ല. പകരം വേറെ കടകൾ ഉള്ള സ്ഥലത്തുനിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ഉരുൾ പൊട്ടി എന്നുള്ള അറിയിപ്പ് കിട്ടുന്ന രാത്രി 2:30, വെളുപ്പിന് 2:30. പക്ഷെ ജനം അറിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷവും അവിടെ ഒരു ബേക്കറിയൊക്കെ ഇല്ലേ, അവിടെ അങ്ങോട്ട് വെള്ളം കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വരുമെന്നും വീണ്ടും ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നുള്ള അറിയിപ്പ് അവർ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നാശനഷ്ടങ്ങൾ ഞാൻ VD സതീശനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ പൈസ കൊടുക്കണം. മുൻകാലങ്ങളിലെ പോലെ കണക്കെഴുതി അവരെ ഇട്ട് വലപ്പിക്കരുത്. അടിയന്തരമായ സഹായം എത്തിക്കണമെന്ന് പറഞ്ഞാൽ അടിയന്തര സഹായം എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വെളുപ്പിനെ ഈ കടകളിൽ ഞാൻ 3 മണിക്ക് ഈ സംഭവം ഉണ്ടാകുന്നു. 3 മണിക്ക് മുന്നറിയിപ്പ് കൊടുത്താൽ ആരറിയാൻ? ആളുകൾ എഴുന്നേക്കണ്ടേ? ഇങ്ങനെ സംഭവം ഉണ്ടായ മലയോര മേഖലകളിലെല്ലാം പെട്ടെന്ന് അറിഞ്ഞു. ആളുകൾ പരസ്പരം വിളിച്ചും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ അറിഞ്ഞു. ഇവിടെയൊട്ടൊന്നും അറിയിപ്പ് കിട്ടിയില്ല. ഇവിടെ വരുന്ന ജനം അറിയുന്ന 5 മണിയായി. പിന്നെ ഇത് ഞാൻ അറിയുന്ന 5 മണിക്കാണ്. 2018 സംഭവം വ്യത്യാസമുണ്ട്. അത് തുടരെ ഉരുളുകൾ പൊട്ടുന്നു, മറ്റേ ഡാമുകൾ തുറന്നു വിടുന്നു, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു, വെള്ളം പോകുന്നില്ല. 2-3 ദിവസത്തേക്ക് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. ഇതിപ്പം ഈ ഒഴുകി കഴിഞ്ഞ് ഇനി ഉരുളുകൾ പൊട്ടിയില്ലെങ്കിൽ ഈ നിലത്തിന് ഇതങ്ങ് പോകും. ഇതൊരു 6-7 മണിയാകുമ്പോഴത്തേനും നോർമൽ പൊസിഷനിലേക്ക് ടൗണിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ആറ്റിലെ വെള്ളം കിടക്കും.